ഇന്ന് ഡിറ്റ ആദ്യമായിട്ട് ബെൻസ് കാറ് ഓടിച്ചു നോക്കുന്നത്. ഡിറ്റയ്ക്ക് ഒരു ആളുണ്ട്, ഒരാള് ഇന്ന് കമന്റ് ചെയ്യുന്ന ആളില്ലേ, ഡിറ്റ കാറ് ഓടിച്ചിട്ട് അത് കാല് കാണിച്ചിട്ട് ഓടിക്കാൻ, ഈ അപ്പിക്കാല് കാണിച്ചിട്ട് ഓടിക്കാനാണ് ആഗ്രഹം. ഡിറ്റയ്ക്ക് ബെൻസ് ഓടിക്കാൻ പറഞ്ഞിട്ട് പേടി. എന്തിനാണ് പേടി? ഓട്ടോമാറ്റിക്. ഓരോരോ പേടികൾ. ഓട്ടോമാറ്റിക് പേടിയാ വേണ്ട, ഒന്നും ഇതൊരു പണിയില്ല. ആ സിസ്റ്റം പഠിപ്പിച്ചരാലോ. നീ കേറിക്കോ, റിവേഴ്സ് ഇട്ട് വരാം. റിവേഴ്സ് ഇട്ട് വരാന്ന്. എന്നാ ഞാൻ വഴിയാക്കി തരാം, എന്നിട്ട് പഠിക്കാം. തേണ്ടി ഡിറ്റ ബെൻസ് ഓടിക്കാൻ പോവുകയാണ്. ചെരുപ്പൊക്കെ ആവശ്യമുണ്ടോ? കീഴണം. ചെരുപ്പ് വേണോ? ചെരുപ്പ്. അപ്പൊ ഡിറ്റ വേണ്ടാത്ത പണിക്ക് പോവാണ്. ഇങ്ങനെയല്ല പഠിക്ക. എങ്ങനെയാണ് ഓട്ടോമാറ്റിക് വണ്ടി ഓടിച്ച് പഠിപ്പിക്കേണ്ടത് പറഞ്ഞതാ. ഡിറ്റ ഓടിക്കോ? ഞാൻ കട്ട് ചെയ്യേണ്ട ഒരു വീഡിയോ കട്ട് ചെയ്ത് ഞാൻ ഒന്ന് സെറ്റപ്പ് ആക്കട്ടെ. ഡിറ്റ താക്കോലിടുന്നു. ബ്രേക്ക് ചവിട്ടി പിടിച്ചാ എന്നിട്ട് താക്കോട്ട് തിരിക്കി. വീട്ടിക്ക് താക്കോട്ട് തിരിക്കുന്ന വണ്ടി ഓടിച്ചിട്ടില്ലല്ലേ? വെറുതെ വെച്ചോ? ഇത് ഭയങ്കര പണിയല്ലേ. ഇനി ബ്രേക്ക് ചവിട്ടില്ലേ, ചവിട്ടിയിട്ട് ഇങ്ങനെ എടുക്കുക. ഡ്രൈവ് ന്യൂട്രല് താഴേക്ക് ഒരടി. ഇനി വെറുതെ ആക്സിലേഷൻ കൊടുക്കാം. ബ്രേക്കിന് കാലെടുത്തിട്ടല്ലേ ആക്സിലേഷൻ കൊടുക്കാൻ പറ്റുള്ളൂ. കൊടുക്കണ്ട. ഇത്രേ ഉള്ളു ഡിറ്റ ഓടിക്കാൻ. ഇതിനാണ് അവിടെ ഒരു കോലുണ്ട് കേട്ടാ, ഒരു മഞ്ഞ കോലുണ്ടാ. ആക്സിലേഷൻ കൊടുത്ത് നീ പേടിക്കാൻ തന്നെയാ. എങ്ങനെയുണ്ട് ഓടിക്കാൻ? ആക്സിലേഷൻ അത് പതുക്കെ കൊടുത്തിട്ട് വന്നില്ലല്ലേ? കൊടുക്ക്. ബ്രേക്ക് അല്ലടാ മറ്റേത്. ചെയ്ത് കൊടുക്ക്. കൊടുക്കടി. പറന്നു പോവില്ല. കൊടുക്ക്. ആക്സേഷൻ കൊടുത്തിട്ട് പോകുന്ന എനിക്ക് തോന്നണല്ല. എന്റെ വണ്ടിയുടെ ഇതിൽ പോകുന്നതാണ്. ഒന്ന് ചെറുതായിട്ടൊന്ന് ആക്സേഷൻ കൊടുക്കോ? കൊടുക്ക്. അപ്പൊ എങ്ങനെയുണ്ട്? ഇനി മമ്മി ഓടിക്കാതിരിക്കില്ല. ഇനി ലെഫ്റ്റ് ആയിരിക്കാം. അങ്ങനെ ഡിറ്റ ബെൻസ് ഓടിച്ച് ആക്സേഷൻ കൊടുക്ക്. ഓഫാവില്ല, കൊടുക്ക്. ആക്സേഷൻ കൊടുക്ക്. എന്താ പറ്റിയെന്നറിയാ, എനിക്ക് ഈ സീറ്റും കൂടി കുറച്ച് കയറ്റിയിരുന്നു. ഞാൻ ഒന്ന് നിർത്തട്ടെ. ഡ്രൈവ് നീ പാർക്ക് ചെയ്ത പിന്നെ ബ്രേക്കും ചവിട്ടണ്ട. നീ സമാധാനത്തിൽ ഓടിച്ചോ. പേടി മാറിയാ? പുറത്തേക്ക് പോണോ? എനിക്കറിയില്ല. പറ്റോ? അങ്ങനെ ഓടിച്ചു പഠിച്ചു. ബെൻസും ഓടിച്ചു. ഞാൻ അടുത്ത ഏത് വണ്ടി ഓടിക്കണ്ടേ? ഇതിന് വേറെ സിസ്റ്റം ഒന്നും എനിക്ക് അറിയില്ല. ഇത്രേ ഉള്ളൂ, വേറെ ഒന്നും ഇല്ല. സിമ്പിൾ ആൻഡ് ഹമ്പിൾ. റിവേഴ്സ് എടുക്കണോ? ഓക്കെ. ഇതിലപ്പൊ നമുക്ക് ഗിയറിനെ പറ്റി ആലോചിക്കേ വേണ്ട. ഒന്നും ആലോചിക്കണ്ട. വെറുതെ വലത്തെ കാലം മാത്രം ചവിട്ടിയാൽ മതി. സ്റ്റിയറിംഗ് തിരിച്ചാൽ മതി. അയ്യൂടെ ഹാൻഡ് ബ്രേക്ക് റിലീസ് ചെയ്തിട്ടില്ല. ഹാൻഡ് ബ്രേക്ക് ആ മൂലയില് അതാണ് ഒച്ച. ആ പീന്നുണ്ട് വലിക്ക്. അതാണ് ആ സൗണ്ട്. അല്ലല്ല, നീ വീട്ടിലേക്ക് എടുത്തോ. അപ്പൊ ഓക്കെ, ഡൺ. സന്തോഷം. പാടത്ത് പോയോ? നാണ്ടല്ലത് പോരാ. നാളെ പോകുമ്പോ ഓടിക്കാം. ഇടയ്ക്കൊക്കെ പോകുമ്പോ ഓടിക്കാലോ. ഡിറ്റ എങ്ങനെയുണ്ട്? ബെൻസിന്റെ റിവ്യൂ പറ. റിവ്യൂ
എന്നൊക്കെ പറയാൻ പറ്റിയ സമയത്താണ് ഇടുക്കടി ആൻസേഷൻ കൊടുത്ത് പോ. അത് വളവായിരുന്നു വെച്ചു. ഈ വളവാണെങ്കിൽ ഭയങ്കര പൊട്ട വളവാണ്, കൺജസ്റ്റഡ് ആണ് ചേച്ചിമാരെ. എന്നിട്ട് പറ, നീ പറ, റിവ്യൂ പറ. ആ കൊള്ളാം, ഇഷ്ടപ്പെട്ടു. പുച്ഛഭാവമുള്ള ബെഞ്ചിനെ പുച്ഛിച്ചു. ബെഞ്ച് ലവേഴ്സ്. അങ്ങനെ എനിക്ക് ഇഷ്ടായി. പക്ഷെ ഈ കാര്യം വെറുതെ വെച്ചപ്പോ എനിക്ക് എന്തോ അതെന്ത് വെറുതെ ഇരിക്കണേന്നുള്ളൊരു ഫീല്, എന്തോ ഒരു മിസ്റ്റേക്ക് പോലെ. കൊറേ ഫ്യൂച്ചർ ഇപ്പൊ ഓൾറെഡി ആയി. ഇനി നീ വെറുതെ ഇരുന്നാ മതി, വണ്ടി തന്നെ പോകും. ടെസ്ല വാങ്ങിച്ചാലോ? ടെസ്ലല്ല, മിക്ക വണ്ടിയെങ്കിൽ ഇപ്പൊ ആയി. ഇത് ഓട്ടോമാറ്റിക് തന്നെ ഓടുന്നു. എങ്ങനെയുണ്ട്, ഇഷ്ടപ്പെട്ടാ? കൊള്ളാം കൊള്ളാം. വീട്ടിക്ക് ഇത് ഞാൻ ഓടിക്കാം. You like it? You love it? Yeah babe. എന്നെ കാർ ഓടിക്കാൻ വ്ളോഗ് ഇടാൻ പറഞ്ഞിട്ടാണ് ഈ വീഡിയോ. കാല് കാണിക്കാൻ പറ്റും. ഓട്ടോമാറ്റിക് അല്ലാണ്ട് അല്ല, ഐ മീൻ സാധാ വണ്ടി ഓടിച്ചിരുന്ന ഞാൻ ഓട്ടോമാറ്റിക് വണ്ടി. മാനുവൽ വണ്ടി സുഖമായിട്ട് ഓടിക്കും, ഓട്ടോമാറ്റിക് വണ്ടി ഓടിക്കാൻ പേടി. യെസ്. അവസാനം ആ കമന്റ് തപ്പി തരാണെങ്കിൽ ഞാൻ എടുത്ത് വെക്കാം, ഇതിടാം. അതൊരു 5-8 ഒരു 10-15 മെസ്സേജ് ഉണ്ടല്ലോ. ആളെ പേര് ഓർത്തണ്ട, ഇത് മറന്നേ. ആളല്ല, പെണ്ണാന്നുള്ള. ബോയ്, പെണ്ണാന്ന് തോന്നുന്നു. അപ്പൊ ആള് ഇതിലെ കമന്റ് അടിക്കുക, മമ്മി തിരിച്ച് വീട്ടിൽ വിളിച്ച മമ്മി പോണു.